കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്വപ്നങ്ങൾ തകർത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പകുതി സീറ്റ് പ്രതീക്ഷിച്ചതിൻ്റെ കിട്ടിയില്ല, ദയനീയമായി തോറ്റുപോയി. പക്ഷേ ഇന്ന് യു പിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നിട്ടുണ്ട്. 9 മത്സരം ഉണ്ടായിരുന്നു. മിക്കവാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അതിൻ്റെ ഫലം വന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ വലിയ ഗംഭീര ചരിത്ര വിജയം പോലും പറയാത്ത മലയാളത്തിലെ ചാനലുകൾ യു പിയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പറയാം, എന്താണ് സാർ യു പി ബൈ ഇലക്ഷൻ റിസൾട്ട്? ഉത്തർപ്രദേശിൽ 9 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതിൽ 7 എണ്ണം ബി.ജെ.പി വിൻ ചെയ്യുന്നു. 2 എണ്ണം ആണ് എസ് പിക്ക് കിട്ടുന്നത്. ട്രെൻഡ്സ് കാണിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് ഏതാണ്ട് ഉറപ്പിച്ച കാര്യങ്ങളാണത്. എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റാണ്. ഈ 2 എണ്ണം കൂടുതലായിട്ട് പിടിച്ചെടുക്കുകയാണ് ബി.ജെ.പി. ബീഹാറിൽ 4 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. 4ഉം ഇന്ത്യ നേടി. രാജസ്ഥാനിലെ ദൗസ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതുമാത്രം കോൺഗ്രസിന് കിട്ടി. കോൺഗ്രസിന് 1 എണ്ണം. ആകെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നോർത്ത് ഇന്ത്യയിൽ ഒറ്റ സീറ്റാണ്. ഇനി ബി.ജെ.പിയുടെ സീറ്റുകൾ ഉത്തർപ്രദേശിൽ നമ്മളല്ലേ ഇത് പറയുള്ളൂ. അതെ. അപ്പോൾ അതുകൊണ്ട് ബി.ജെ.പിയുടെ രാംവീർ സിംഗ് ആണ് കുന്ദർക്കി മണ്ഡലത്തിൽ ജയിക്കുന്നത്. സഞ്ജീവ് ശർമ്മ ഗാസിയാബാദിൽ, സുരേന്ദർ ദൈലർ ഖൈറിൽ, സുരേഷ് അവസ്തി സിസാമോയിൽ, ധർമ്മരാജ് നിഷാദ് കത്തേഹാരിയിൽ, മഝവാനിൽ ബി.ജെ.പിയുടെ സുജിസ്മിത മൗര്യ, പിന്നെ 2 സീറ്റ് മറ്റേ എസ് പിയുടെ കർഹാൽ, അതിൽ തേജ് പ്രതാപ് സിംഗ്, ഫുൽപൂർ മുഹമ്മദ് മുജ്താബ സിദ്ദിഖി. ഈ ഫുൽപൂർ നെഹ്റു ആദ്യം മത്സരിച്ചിരുന്ന മണ്ഡലമാണ് ഫുൽപൂർ ലോക്സഭയിൽ. ഇത് മുഹമ്മദ് മുജ്താബ സിദ്ദിഖി. ഈ 2 സീറ്റിലെ എസ് പി അഖിലേഷിൻ്റെ പാർട്ടി വിൻ ചെയ്യുന്നുള്ളൂ. ഈ അവിടെ 20 റൗണ്ട് മുതൽ 32 റൗണ്ട് വരെ കൗണ്ട് ചെയ്യാനുണ്ട്. വലിയ മണ്ഡലങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, വിദൂര സ്ഥലങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് അവസാന ബലപ്രഖ്യാപനം വൈകുന്നത്. അപ്പോൾ കുന്ദർക്കി, കർഹാൽ, ഫുൽപൂർ ആൻഡ് മജ്വാൻ ഇവിടെയൊക്കെ ഈ 32 വരെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ 403 അംഗ നിയമസഭയിൽ വലിയ വ്യത്യാസമൊന്നും ഈ 9 എണ്ണം വരുത്തില്ലെങ്കിലും അതിൻ്റെ ഫലത്തിൻ്റെ സൂചനകൾ വളരെ വലുതാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1 കൊല്ലം കഴിയുമ്പോൾ വരാൻ പോകുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പറ്റിയ അബദ്ധം ഉത്തർപ്രദേശുകാർ തിരുത്തുന്നു. അത് ഗംഭീരമായിട്ട് തിരുത്തി. ഇതിൽ ബി.ജെ.പി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഫുൽപൂർ, ഗാസിയാബാദ്, മാജവാൻ, ഖൈർ അത് കയ്യിൽ വെച്ചിരുന്നതാണ്, ജയിച്ചിരുന്നതാണ്. കൂടുതൽ സ്ഥലത്താണ് ഇപ്പം ജയിക്കുന്നത്. എസ് പി ഇതിൽ സിസാമോ, കാത്തേഹാരി, കർഹാൽ, കുന്ദർക്കി ഇത്രയും സ്ഥലത്ത് ജയിച്ചിരുന്നു. അതിൽ 2 എണ്ണം പോകുന്നു. 2 എണ്ണം ബി.ജെ.പി പിടിച്ചെടുക്കുന്നു. ബി.ജെ.പിയുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ രാഷ്ട്രീയ ലോക്ദൾ അന്ന് എസ് പിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്, അവർ മീരാപൂർ ജയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ബി.ജെ.പിയുടെ കൂടെയാണ്. ഇന്ത്യയുടെ കൂടെ വന്നല്ലോ, പഴയ ചരൺ സിംഗിൻ്റെ പാർട്ടിക്കാർ വന്നു. അപ്പോൾ ഇതാണ് സംഭവം ഉത്തർപ്രദേശിലെ. ബീഹാറിലെ 4 അല്ല, യു പിയിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സംഘപരിവാർ കാവ്യ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് യോഗി പുറത്തു പോകും എന്നൊക്കെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വ്യാപകമായ ക്യാമ്പയിൻ. അഖിലേഷൊക്കെ ഇങ്ങനെ ചങ്ക് വിരിച്ച് ആണ് നടന്നുകൊണ്ടിരുന്നത്. അത് ഏറുവിടാൻ സമയമായല്ലേ? അത് തീർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ തട്ടിപ്പ് പ്രചാരണത്തിൽ ആളുകൾ വീണു പോയതാണ്. പ്രത്യേകിച്ച് ആ അഗ്നിവീർ ഉത്തർപ്രദേശിലെ ഓരോ വീട്ടിൽ നിന്നും ഒരു പട്ടാളക്കാരനുണ്ടല്ലോ. അപ്പോൾ ആളുകൾ
ഈ അഗ്നിവീർ പദ്ധതിയിൽ ഒരു ഗുണവും ചേരുന്നവർക്ക് കിട്ടില്ല എന്നുള്ള മട്ടിൽ ഇവർ പറഞ്ഞു നുണപ്രചാരണം വ്യാപകമായിട്ടാണ് അതിഭീകരമായിട്ട് പോയി. അതുകൂടാതെ 1 ലക്ഷം രൂപ കിട്ടും, 1 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് പ്രൊണോപ്റ്റ് പോലെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് അത് അങ്ങനെ കേസും വഴക്കുമൊക്കെ പ്രോമിസറി നോട്ടുമായിട്ടൊക്കെ ചെന്നു DCC ഓഫീസുകളിലൊക്കെ ആളുകൾ പോയിരുന്നു. പിന്നെയാണ് മറ്റേ പൗരത്വ നിയമത്തിനെ സംബന്ധിച്ച് ഒന്നും ഇവിടെ പൗരന്മാരായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രചാരണം ഉണ്ടായി. മുസ്ലിം പ്രീണന പ്രചാരണങ്ങൾ ഗംഭീരമായിട്ടുണ്ടായി. ഹിന്ദുക്കളെ അകറ്റി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി എല്ലായിടത്തും കഴിഞ്ഞ തവണ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് OBCകളുടെ അതിൻ്റെ അകത്ത് മോദി പറഞ്ഞതിൽ തന്നെ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് അക്കാലത്ത് തോന്നിയിരുന്നു. മോദി എല്ലായിടത്തും പ്രചരണത്തിൽ ഊന്നിയത് OBCകളുടെ സംവരണം തട്ടിപ്പറിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കോൺഗ്രസ് എങ്ങനെ ട്വിസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ മോദി OBC ആയതുകൊണ്ട് OBCകളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അപ്പോൾ SC/STകളുടെ കാര്യമോ എന്നൊരു പ്രശ്നം. ഇയാൾ SC/STകളുടെ സംവരണത്തിൻ്റെ കാര്യം പറയുന്നില്ലല്ലോ. ആ സംവരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷും കൂട്ടരും പ്രചരിപ്പിച്ചു. അങ്ങനെ OBCകളുടെ കാര്യം മാത്രമാണ് എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ SC/STകളുടെ സംവരണം മുഴുവൻ എടുത്ത് കളയും എന്ന് ട്വിസ്റ്റ് ചെയ്തു. അല്ല, അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്സ് പറഞ്ഞാൽ മുസ്ലിം, യാദവ്, ദളിത് ഇങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ്. അവരെ 3 പേരെയും ചേർത്ത് നിർത്തുക. ഹിന്ദുക്കളെ ജാതീയമായി വിഭജിച്ച് യാദവരെയും മുസ്ലിങ്ങളെയും പിന്നെ ദളിതുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയും മതേതരമാണ്. മുസ്ലിങ്ങളും യാദവരും 1990s മുതൽ മുലായം സിംഗ് യാദവ് തുടങ്ങിയത് ആ വെസ്റ്റേൺ UP മുഴുവൻ പിടിക്കാനായിട്ട് മുസ്ലിം പ്രീണനം MYD പൊളിറ്റിക്സാണ്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അഖിലേഷും കോൺഗ്രസും MYD മുസ്ലിം, യാദവ്, ദളിത് മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മതേതരത്വം എന്ന് പറയും. അതെ, ഹിന്ദുക്കൾ ഒന്ന് ചോട്ട് ചെയ്താൽ വർഗീയതയും കുറേ കാലമായി കേൾക്കുന്നതാണ്. അതിൻ്റെ കാലം കഴിയുമെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ BJPക്ക് വലിയ സെറ്റ് ബാക്ക് ഉണ്ട്. ഹിന്ദു വോട്ടിൽ ഡിവിഷൻ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു ഉത്തർപ്രദേശിൽ. പക്ഷേ അതിപ്പോൾ SC/ST ദളിതുകളെയൊക്കെ മാറ്റാൻ. അതെ, കാരണം ഈ OBCയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലേ എന്നുള്ള തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഈ സംവരണത്തിൻ്റെ കാര്യത്തിൽ മോദി എല്ലായിടത്തും കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ആ ദേശീയ ഉപദേശക സമിതിയുടെ വികസന സമിതിയുടെ അവസാനം ഈ വിഭവങ്ങൾ പ്രാഥമിക അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന കാര്യം ആ സമയത്ത് മോദി ഗുജറാത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ പോയിട്ട് അതിനെ എതിർത്തിരുന്ന കാര്യം, ആന്ധ്രയിൽ പൈലറ്റ് പ്രോജക്റ്റ് OBC സംവരണം വെട്ടിമുറിച്ചിട്ട് 4%, 5% എടുക്കാൻ ഉള്ള കാര്യം അവിടുത്തെ ഹൈക്കോടതി അത് നിരസിച്ചത്. ഇതെല്ലാം മോദി ഓരോ സ്ഥലത്തും 1 വാചകം 2 വാചകം കൂടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വളച്ചൊടിച്ചിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ ചാനലുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, മോദി പറഞ്ഞല്ലോ നിങ്ങളുടെ താലിമാലയും ഭൂമിയും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ചില മതേതര BJPക്കാരുണ്ട്. അവർ പോലും പറഞ്ഞു, അയ്യേ പ്രധാനമന്ത്രിയല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ശരിയായി വന്നു. വഖഫിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മോദി അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ബോധ്യമായി. RSSന്റെ പ്രധാനപ്പെട്ട നേതാവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഡിവിസീവായ പ്രചാരണം അല്ല വേണ്ടി പറഞ്ഞു. സംഘചാലകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. പക്ഷേ അത് ഇതിനെ ഉദ്ദേശിച്ചാണോ എന്നറിയില്ല. അല്ലെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ വന്നു. ആളുകളെ വിഭജിക്കുന്ന രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടെന്നുള്ളത്. പക്ഷേ മോദി അത് പറഞ്ഞത് ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട്. വഖഫിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇപ്പോൾ പറയുന്നുണ്ട് അത് ഇതായിരുന്നല്ലേ എന്ന് കാരണം അവർ പറഞ്ഞത് എന്ന് ആ ആൾ തന്നെ എന്നോട് ചോദിച്ചു. അതെന്താണെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് 2014 പോകുന്ന പോക്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്ന് ആണ് 123 സ്ഥലങ്ങൾ എടുത്തിട്ട് ബോർഡിന് കൊടുത്തത്. അപ്പോൾ ആ വിവരങ്ങളുമൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വഖഫിനെ പറ്റി ഒരു ധാരണയില്ല, ഒന്നുമില്ല. ഇപ്പോൾ എന്തൊക്കെയാലും വേറെ കാര്യമുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ഇതേ തരത്തിലുള്ള ക്യാമ്പയിനാണ് മഹാരാഷ്ട്രയിൽ നടന്നത്.
മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പക്ഷേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം അവർക്ക് വിഭാഗീയ രാഷ്ട്രീയം ധ്രുവീകരണമാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ധ്രുവീകരണം അല്ലെങ്കിൽ ഏകീകരണം ആയിക്കൂടാ എന്ന തരത്തിലേക്ക് മാറുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ BJP പോലും ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ച് കാണത്തില്ല. അതില്ല. എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യം മുഴുവൻ നെഗറ്റീവ് പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നു, ഭരണഘടന അങ്ങനെ ചെയ്യുന്നു, കുടിയേറ്റക്കാരെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ ഒരു വിഷൻ ഉണ്ടല്ലോ, അത് പ്രചാരണത്തിൽ അവർ കൊണ്ടുവന്നില്ല. ധാരാവിയൊക്കെ പൊളിച്ചിട്ട് അംബാനി കൊടുക്കുന്നവരെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് വൃത്തികേടുകൾ ഇവർ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റേ യോഗിയെല്ലാം കൂടി വന്നിട്ട് ഈ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള, ഇപ്പോൾ ഫട്നാവിസ് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്നിച്ച് നിന്നാൽ നാം സുരക്ഷിതർ. ഇതായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ ഫട്നാവിസിൻ്റെ. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ഒന്നിച്ച് നിന്നാൽ നാം സുരക്ഷിതർ. അതെ, ഒന്നിച്ച് നിൽക്കുന്നതാണ് എല്ലായിടത്തും നല്ലത്, എക്കാലത്തും നല്ലത്. അതെ, ഒന്നിച്ച് നിൽക്കാൻ കഴിയട്ടെ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UP നടന്നില്ല, പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ അത് മാറി. UP ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഒരു മാലയിലെ മുത്തുകൾ പോലെ അവിടുത്തെ BJP സംഘടനാ സംവിധാനം മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ മിന്നുന്ന വിജയം. അത് ചില സമയത്തുണ്ടാകുന്ന ഈ അടികളുണ്ടല്ലോ, കിട്ടുന്ന അടികൾ, അത് നന്നാകാൻ വേണ്ടിയുള്ള. അതെ, സ്വാഭാവികമാണ്. സമ്മതിദായകരുടെ ഒരു ചെറിയ ശിക്ഷയാണ്. നന്നായിട്ട് പാടാ എന്ന് ചെവിക്ക് പിടിച്ചൊന്ന് കിഴിക്കുകയാണ്. ഭരണം കിട്ടി, എന്നാലും ഭൂരിപക്ഷത്തിൽ കുറഞ്ഞു. നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്യണം. നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.